ഹായ് എവരിവൺ, വെൽക്കം ടു ജയിലേൺ CACB ക്ലാസ്. എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും ഉപകാരപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും തന്നെ ആദ്യം തന്നെ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക. അറിയാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോകുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് റിനൈസൻസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻ, കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കേരള റിനൈസൻസ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? അത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അത് ആരാ? കേരള റിനൈസൻസിന്റെ ഫാദർ എന്ന് പറയുന്നത് അത് ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? ശ്രീനാരായണ ഗുരുവാണ് എന്ത് കേരള റിനൈസൻസിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ് ആരാ? അത് രാജാറാം മോഹൻ റായ് ആണ് അല്ലേ? രാജാറാം മോഹൻ റായ് ആണ് എന്ത് ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ്. കേരള റിനൈസൻസിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഫേമസ് മോട്ടോ ഓഫ് ശ്രീനാരായണ ഗുരു? ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ ഒരു ഉദ്ധരണി എന്നൊക്കെ പറയുന്നത് ഏതാണ്? അതേതാ? വർക്ക് ഈസ് വർഷിപ്പ് ആണോ? വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻ അതാണോ? ബി ഹ്യൂമൻ ആണോ? എഡ്യൂക്കേഷൻ ഈസ് പവർ? ഇതിലേതാ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അതല്ലേ ശ്രീനാരായണ ഗുരുവിന്റെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ? അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻ അല്ലേ? വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് ശ്രീനാരായണ ഗുരു കോൺസിക്രേറ്റ് ദ ശിവ ഐഡൽ ഇൻ 1888? 1888 ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു അല്ലെ? 1888 ശിവപ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹം എവിടെ വച്ചാണ് ശിവപ്രതിഷ്ഠ നടത്തിയത്? അതെവിടെയാണ്? ഓപ്ഷൻ എ അരുവിപ്പുറമാണ് അല്ലെ? അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് 1888 ആര് നടത്തിയത്? ശ്രീനാരായണ ഗുരു നടത്തിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP? അതിന്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, ഫൗണ്ടഡ് ഏത് വർഷമാണ്? 1903 അല്ലെ? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 1903, 1903. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ഓഫ് SNDP? അതാരാ? അത് നമ്മുടെ മഹാകവി. മൂന്ന് ആധുനിക കാലഘട്ടത്തിൽ 3 മഹാകവികളില്ലേ? അതിലൊരാളാണ് ആര്? കുമാരനാശാൻ. കുമാരനാശാനാണ് അത് SNDPയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. ഓക്കെ, SNDP ഫൗണ്ട് ചെയ്തതെന്ന് 1903 ഓർത്തിരിക്കുക. അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? കുമാരനാശാൻ. ഓക്കെ, അടുത്ത, ഹൂ ഈസ് നോൺ ആസ് ദി ലിങ്കൺ ഓഫ് കേരള? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാ? അത് പണ്ഡിറ്റ് KP കർപ്പനാണ്. പണ്ഡിറ്റ് KP കർപ്പൻ. നമ്മുടെ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പണ്ഡിറ്റ് KP കർപ്പനാണ് ആര്? കേരള ലിങ്കൺ. കേരള ലിങ്കൺ എന്ന് പറയുന്നത് പണ്ഡിറ്റ് KP കർപ്പൻ. ഓക്കെ, കിട്ടുന്നില്ലേ? ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോകാം. അയ്യങ്കാളി ഫൗണ്ടഡ് വിച്ച് ഓർഗനൈസേഷൻ ഫോർ ദി അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏത്? അല്ലെ? അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദളിത് ഏതാത്? സാധുജന പരിപാലന സംഘമാണ്. ഓപ്ഷൻ ബി സാധുജന പരിപാലന സംഘം. ഏത് വർഷം സാധുജന പരിപാലന സംഘം രൂപീകൃതമായത്, ഫൗണ്ട് ചെയ്തത്? 1907 എന്ത് സാധുജന പരിപാലന സംഘം രൂപീകൃതമായത്. ഇമ്പോർട്ടന്റ് ആട്ടോ. SNDP ആണെങ്കിൽ 1903. ഓക്കെ, 1907 എന്ത് സാധുജന പരിപാലന സംഘം. SNDP എന്തിനാ വന്നത്? അത് ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ്. ഓക്കെ, ആ ആശയം കൊടുത്തത് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഓക്കെ, ഡോക്ടർ പൽപ്പു. പക്ഷെ അതിന്റെ സെക്രട്ടറി ആരായിരുന്നു? അത് കുമാരനാശാനായിരുന്നു അല്ലെ? ഇനി ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി, അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി രൂപം കൊണ്ടതാണ് 1907 ഏത് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. വിച്ച് ലീഡർ ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈക്കം സത്യാഗ്രഹ? വൈക്കം സത്യാഗ്രഹം എന്നാ പിള്ളേർ നടന്നത്? 1924 അല്ലെ? 1924, 25 കാലഘട്ടത്തിലാണ് എന്ത് വൈക്കം സത്യാഗ്രഹം നടന്നത് അല്ലെ? 1924 മാർച്ച് 30 തൊട്ട് 1925 നവംബർ 23 വരെ മൊത്തം 603 ഡേയ്സ് ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം. അപ്പൊ അതിന്റെ മെയിൻ നേതാവ് ആരായിരുന്നു? അത് TK മാധവനായിരുന്നു. TK മാധവനായിരുന്നു എന്ത് വൈക്കം സത്യാഗ്രഹത്തിന്റെ മെയിൻ നേതാവ് അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദി കേരള ഗാന്ധി? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതാരാ? ഓപ്ഷൻ ബി K കേളപ്പൻ.
കേരള ഗാന്ധി കെ കേളപ്പൻ. നെക്സ്റ്റ്, ഹു വാസ് ദി ഫസ്റ്റ് ഈഴവ ഡോക്ടർ ഇൻ ട്രാവൻകൂർ? പഴയ തിരുവിതാംകൂർ എന്നല്ലേ, തിരുവനന്തപുരത്ത് നമ്മൾ തിരുവിതാംകൂർ എന്നല്ലേ പണ്ട് കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ട്രാവൻകൂറിലെ ആദ്യത്തെ ഈഴവ ഡോക്ടർ ആരായിരുന്നു? അതാരായിരുന്നു? അത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഓക്കെ, ഡോക്ടർ പൽപ്പു ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഡോക്ടർ പൽപ്പു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റീഫോമർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ? ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? അത് ടി കെ മാധവനാണ്. ടി കെ മാധവൻ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു, അത് ടി കെ മാധവൻ അല്ലേ? അത് 1924-25 കാലഘട്ടത്തിലല്ലേ നടന്നത്? ഓക്കെ, അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്നാ 1936 നവംബർ മാസം 12-ാം തീയതി. ഓക്കെ, 1936 നവംബർ 12-നാണ് എന്ത് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് നടന്നത്. ഓക്കെ, അതിന് മെയിൻ ആളാരാണെന്ന് ചോദിച്ചാൽ ടി കെ മാധവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദി ആത്മവിദ്യാസംഘം? ആത്മവിദ്യാസംഘത്തിന്റെ ഫൗണ്ടർ ആരാണ്? ഓപ്ഷൻ എ ചട്ടമ്പിസ്വാമി, ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ആരാണ്? വാഗ്ബടാനന്ദനാണ്. ഏത് വർഷം? 1917 1917 എന്ത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ഓക്കെ, ആത്മവിദ്യാസംഘം. ഓക്കെ അല്ലേ? അറിയില്ലാത്ത ഇയേഴ്സോ അല്ലെങ്കിൽ ഫൗണ്ടർ ആരാണോ അതൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവുക. ആത്മവിദ്യാസംഘം 1917 വാഗ്ബടാനന്ദ. ഓക്കെ, അടുത്തത്, ഇൻ വിച്ച് ഇയർ വാസ് യുണൈറ്റഡ് നേഷൻ ഫൗണ്ടഡ്? UNO അല്ലെ, ഐക്യരാഷ്ട്ര സംഘടന ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്തത്? 1945 ഒക്ടോബർ 24-നാണ് എന്ത്? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1945 ഒക്ടോബർ 24-നാണ് എന്ത് ഐക്യരാഷ്ട്ര സംഘടന UNO ഫോം ചെയ്തത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ എടുത്ത് പഠിക്കാനുണ്ട്, അതൊരു ടോപ്പിക് തന്നെയായിട്ട് പഠിക്കാനുണ്ട്. അപ്പം അതിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ എന്താ അതിൻ്റെ കുറച്ച് സംഘടനകളില്ലേ, യൂണിസെഫ്, യുനെസ്കോ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഇത് പഠിച്ചിരിക്കുക. UNO 1945 ഒക്ടോബർ 24-നാണ് എന്ത് ഫൗണ്ട് ചെയ്തത്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുൻഗാമി എന്നൊക്കെ അറിയപ്പെടുന്നത്, പ്രൊസീഡർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? ലീഗ് ഓഫ് നേഷൻസാ, അതല്ലേ? അതായത് ഏത് വർഷമായിരുന്നു? 1920 ജനുവരി 10 ആയിരുന്നു. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. UNOയുമായി കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. വേർ ഈസ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻ ലൊക്കേറ്റഡ്? യുണൈറ്റഡ് നേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അതെവിടെയാ? അത് ന്യൂയോർക്കിലാണ് അല്ലെ? ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്, ന്യൂയോർക്ക്. യുണൈറ്റഡ് നേഷൻസ് ഡേ ഒബ്സർവ്ഡ് എവരി ഇയർ ഓൺ? ഐക്യരാഷ്ട്ര ദിനം എല്ലാ വർഷവും നമ്മൾ ആചരിച്ചു പോകുന്നുണ്ട്. അത് ഏത് ദിവസമാണ്? അത് ഫൗണ്ട് ചെയ്ത ദിവസം തന്നെയാണ് എന്ത് ആ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഏതാ? ഒക്ടോബർ 24 തന്നെയാണ് UN ഡേ. ഓക്കെ, ഒക്ടോബർ 24. UN വന്നതെന്നാ 1945 ഒക്ടോബർ 24. UN ഡേ എന്ന ഒക്ടോബർ 24 അല്ലേ? ഇനി അതിന്റെ ആസ്ഥാനം എവിടെയാ? അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? അത് ന്യൂയോർക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓർഗനൈസേഷൻ പ്രൊസീഡഡ് ദ യുണൈറ്റഡ് നേഷൻ? നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൊസീഡർ ഏതായിരുന്നു? അത് ലീഗ് ഓഫ് നേഷൻ ആണ് അല്ലെ? ലീഗ് ഓഫ് നേഷൻ. ഓപ്ഷൻ ബി ലീഗ് ഓഫ് നേഷൻ ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏത് വർഷം? 1920 ജനുവരി 10. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് യുണൈറ്റഡ് നേഷൻ? യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ട നീതിന്യായ സംവിധാനം ഏതാ? അത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഓക്കെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, അതാണ് എന്ത് UN ജുഡീഷ്യൽ സംവിധാനവുമായി ബന്ധപ്പെട്ടത്, ജുഡീഷ്യൽ ഓർഗൻ. ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്? അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? അത് പാരീസിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓപ്ഷൻ സി പാരീസ്. ഓക്കെ, ഓപ്ഷൻ സി പാരീസ്. ഒരു കറക്ഷൻ ഉണ്ട്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പാരീസ് അല്ല, അതെവിടെയാണ്? അത് നെതർലൻഡിലെ ഹേഗ് ആണ്. നെതർലൻഡിലെ ഹേഗ് നമ്മുടെ ഇവിടെ ഓപ്ഷനിലില്ല. ഓക്കെ, അതിന്റെ
ഹേഗ്. ഓക്കെ, നെതർലൻഡിലെ ഹേഗ് ആണ് എന്ത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി പെർമനന്റ് മെമ്പേഴ്സ് ആർ ദെയർ ഇൻ UN? എത്ര പെർമനന്റ് മെമ്പേഴ്സ് ആണ് ഉള്ളത്? എത്ര പേരാ ഉള്ളത്? 5 പേരാണ് പെർമനന്റ് ആയിട്ട് എന്ത് UNA ഉള്ളത്, പെർമനന്റ് മെമ്പേഴ്സേ. ഓക്കെ, സെക്യൂരിറ്റി കൗൺസിലിൽ. അടുത്തത്, ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ആണ്. UNOയ്ക്ക്, ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്? 6 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഫ്രസ്ക എന്നുള്ളൊരു കീവേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഫ്രസ്ക. F ഫോർ ഫ്രഞ്ച്, E ഫോർ ഇംഗ്ലീഷ്. ഓക്കെ, F ഫോർ ഫ്രഞ്ച്, R ഫോർ റഷ്യൻ, E ഫോർ ഇംഗ്ലീഷ്, S ഫോർ സ്പാനിഷ്, C ഫോർ ചൈനീസ്, A ഫോർ അറബിക്. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറഞ്ഞു പോവാ. ഫ്രസ്ക എന്നുള്ള കീവേഡ് പഠിച്ചിരിക്കുക. ഫ്രസ്ക. അപ്പൊ എത്ര ഇതുണ്ട്? ലാംഗ്വേജസ് ഉണ്ട്. മൊത്തം 6 ലാംഗ്വേജസ് ഉണ്ട്. 6 ലാംഗ്വേജസിൽ ഏതൊക്കെയാ? F ഫോർ ഫ്രഞ്ച്. ഓക്കെ അല്ലേ? പിന്നെന്താ? FRE അല്ലെ, ഫ്രസ്ക അല്ലെ. അപ്പൊ R എന്താ? റഷ്യൻ. E ഫോർ എന്താ? ഇംഗ്ലീഷ് അല്ലെ. S ഫോർ ആണെങ്കിൽ സ്പാനിഷ്, C ഫോർ ആണെങ്കിൽ ചൈനീസ്, A ഫോർ അറബിക്. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷനിൽ ഏതാ അങ്ങനെ ഉള്ളത്? ഓപ്ഷൻ A ആണ്. ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, അറബിക് ഉണ്ട്, ചൈനീസ് ഉണ്ട്, റഷ്യൻ ഉണ്ട്. ഓക്കെ അല്ലേ? മൊത്തം 6 ലാംഗ്വേജസ് ഉണ്ട്. നമ്മുടെ സെക്യൂരിറ്റി കൗൺസിലാണെങ്കിൽ എത്ര പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്? അത് 5 മെമ്പേഴ്സ് ആണുള്ളത് അല്ലേ? നമ്മൾ പറഞ്ഞു ഹൗ മെനി പെർമനന്റ് മെമ്പേഴ്സ് ആർ ദെയർ ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ. എത്ര പേരാ? 5 ഉണ്ട്. ലാംഗ്വേജ് ചോദിച്ചു കഴിഞ്ഞാൽ 6 ഉണ്ട്. ഓക്കെ, അടുത്തത്, UN സെക്രട്ടറി ജനറൽ ഈസ് അപ്പോയിന്റഡ് ഫോർ എ ടൈം ഓഫ് എത്ര വർഷത്തേക്കാ? 5 വർഷത്തേക്ക് അല്ലേ? 5 വർഷത്തേക്കാണ് എന്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിന്റെ ഒരു കാലാവധി അല്ലെ, ടൈം പീരീഡ് എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. അടുത്ത, വിച്ച് UN ഏജൻസി ഡീൽസ് വിത്ത് ചിൽഡ്രൻസ് വെൽഫെയർ അല്ലെ? അതേതാ? അത് യൂണിസെഫ് ആണ് അല്ലെ. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, യൂണിസെഫ് ആണ് എന്ത് കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന UN ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ യൂണിസെഫ് ആണ്. ഓക്കെ, യൂണിസെഫ്. അടുത്ത, വിച്ച് UN ബോഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചർ അല്ലേ? വിദ്യാഭ്യാസം, ശാസ്ത്രം, അതുപോലെ തന്നെ സംസ്കാരം, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന UN ഏജൻസി ഏതാണ്? അത് യുനെസ്കോ ആണ് അല്ലേ? യുണൈറ്റഡ് നേഷൻ ഫോർ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതിന്റെ ഫുൾ ഫോം ആണ് യുണൈറ്റഡ് നേഷൻസ് ഫോർ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അത് എന്തിന്റെ ഏജൻസിയാണ്, അതുമായിട്ട് എന്താ കണക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കിട്ടൂലേ? ഓക്കെ അല്ലേ? അടുത്തത്, ഇൻ വിച്ച് UN ഏജൻസി ഈസ് കൺസേൺ വിത്ത് പബ്ലിക് ഹെൽത്ത്. ഏത് ഏജൻസി? അത് WHO ആണ് അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് എന്ത് UNOയുടെ ഏജൻസി, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, 1948 എന്ത് WHO ഫോം ചെയ്തത്. ഓക്കെ, 1948. വിച്ച് ഓർഗൻ ഓഫ് ദി UN വാസ് സസ്പെൻഡഡ് ഇൻ 1994 ആഫ്റ്റർ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് റോൾ അല്ലെ? ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഫുൾഫില്ലിംഗ് ഇറ്റ്സ് റോൾ, അതിന്റെ റോൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ആ ഒരു സംഘടനയെ, ആ ഒരു ഏജൻസിയെ സസ്പെൻഡ് ചെയ്തു 1994. അതേതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ എ, ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ഓക്കെ, ഇപ്പൊ നിലവില് UN ഏജൻസി എടുത്തു കഴിഞ്ഞാൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇല്ല. അത് 1994 1994 എന്ത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡോക്യുമെന്റ് സെർവ്സ് ആസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻ. UN ചാർട്ടർ ആണ് UNOയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ അവലംബിക്കുന്നത്, കരുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദി ഫൗണ്ടർ ഓഫ് മോഡേൺ ട്രാവൻകൂർ. മോഡേൺ ട്രാവൻകൂർ, ആധുനിക തിരുവിതാംകൂറിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ് അല്ലെ? മാർത്താണ്ഡവർമ്മ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മാർത്താണ്ഡവർമ്മയുടെ ജീവിത കാലയളവ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. 1706 തൊട്ട് 1758 വരെയാണ് എന്ത് അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ്. പക്ഷെ 1729 അദ്ദേഹം രാജാവായിട്ട് വരുന്നത്. ഓക്കെ, 1729 തിരുവിതാംകൂറിലെ റൂളർ ആയിട്ട് വരുന്നത്. 1729 തൊട്ട് 1758 അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം എന്തായിരുന്നു? ഭരണാധികാരിയായിരുന്നു. ഓക്കെ, 1758 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ വാസ് ദി ട്രാവൻകൂർ കിങ്ഡം ഫൗണ്ടഡ്. ഓക്കെ, തിരുവിതാംകൂറിൽ ആദ്യത്തെ ഭരണാധികാരിയായിട്ട്
1729 മാർത്താണ്ഡവർമ്മ വന്നു. അപ്പോഴാണ് എന്ത് ട്രാവൻകൂർ കിങ്ഡം ഫൗണ്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെയായിട്ട് വന്നു. വേണാട് രാജവംശമല്ലായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്നത്. അതിനുശേഷമാണ് എന്ത് തിരുവിതാംകൂർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ആധുനിക തിരുവിതാംകൂറിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരെ? മാർത്താണ്ഡവർമ്മ. ഓക്കെ അല്ലേ? അടുത്തത് ബാറ്റിൽ ഓഫ് കുളച്ചൽ ഏത് വർഷ? 1741 അല്ലെ? 1741 1741 അല്ലെ? വാസ് ഫൗട്ട് ബിറ്റ്വീൻ ട്രാവൻകൂർ ആൻഡ് വിച്ച് നേഷൻ? ഏത്? ഡച്ചുകാരുമായിട്ട്. തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ 1741 നടന്നതാണ് എന്ത്? കുളച്ചൽ യുദ്ധം അല്ലെ? ഡച്ച്. ഓപ്ഷൻ ബി ഡച്ച് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഡച്ചിന്റെ ഭാഗത്തുണ്ടായിരുന്നതാണ് ഡിലനോയ് അല്ലെ? ബിഗ് ഫൈറ്റർ എന്നൊക്കെ, വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഡിലനോയി ആയിരുന്നു ഡച്ചിന്റെ സൈഡിലുണ്ടായിരുന്നത്. നമ്മുടെ തിരുവിതാംകൂർ സൈഡിലായിരുന്നെങ്കിൽ ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മ ഡച്ച് സൈന്യത്തിനെ പരാജയപ്പെടുത്തി. ഡച്ച് സൈന്യം അതോടുകൂടി പിൻവാങ്ങി ഇല്ലേ? അങ്ങനെയാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ വർഷം പഠിച്ചിരിക്കുക 1741 1741 ആരൊക്കെ തമ്മിലാണ് എന്ത് ഫൈറ്റ് ചെയ്തത്? മാർത്താണ്ഡവർമ്മയും ഡച്ച് സൈന്യവും തമ്മിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഹു വാസ് ദി ഡച്ച് കമാൻഡർ ക്യാപ്ചേർഡ് ബൈ മാർത്താണ്ഡവർമ്മ ഇൻ ദി ബാറ്റിൽ ഓഫ് കുളച്ചൽ? ആരാ? ഡിലനോയി. ഓക്കെ, ഓപ്ഷൻ എ ഡിലനോയി. ഇൻ വിച്ച് ഇയർ ഡിഡ് മാർത്താണ്ഡവർമ്മ ഡെഡിക്കേറ്റ് ഹിസ് കിങ്ഡം ടു ലോർഡ് പത്മനാഭ? ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു രാജകീയ പദവി അല്ലെങ്കിൽ സ്വത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ചത്, അതിനെ പറയുന്നതാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഓക്കെ, തൃപ്പടിദാനം. 2 തൃപ്പടിദാനം മൊത്തത്തിൽ നടന്നിട്ടുണ്ട്. ഒന്ന് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലും ഒന്ന് കാർത്തിക തിരുനാളിന്റെ കാലഘട്ടത്തിലും. ആദ്യത്തെ തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3 ഓക്കെ, 1750 ജനുവരി 3 എന്ത് ആദ്യത്തെ തൃപ്പടിദാനം നടന്നത്. ഡേറ്റ് ഒന്നും അത്ര റെലവെന്റ് അല്ല, വർഷം എങ്ങനെയാലും പഠിച്ചിരിക്കുക. സെക്കൻഡ് തൃപ്പടിദാനം നടന്നതാണെങ്കിൽ 1766. ഓക്കെ, 1766 1766. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ട്രാവൻകൂർ റൂളർ ഈസ് റിമെമ്പേർഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു മ്യൂസിക് ആൻഡ് കൾച്ചർ? അല്ലെ, ഏത് ട്രാവൻകൂർ റൂളർ ആയിരുന്നു മ്യൂസിക്കിലും കൾച്ചറിലൊക്കെ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തത്? അത് സ്വാതി തിരുനാളാണ്. ഓക്കെ, ഓപ്ഷൻ എ സ്വാതി തിരുനാളാണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഹു വാസ് ദി ലാസ്റ്റ് മഹാരാജ ഓഫ് ട്രാവൻകൂർ? ആരാ? അത് ചിത്തിര തിരുനാളാണ്. ലാസ്റ്റ് മഹാരാജ ട്രാവൻകൂറിന്റെ. നമ്മൾ പറഞ്ഞു ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് 1936 നവംബർ 12. ആ സമയത്ത് ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അദ്ദേഹം തന്നെയാണ് എന്ത് ലാസ്റ്റത്തെ തിരുവിതാംകൂറിന്റെ റൂളർ. ഓക്കെ, അടുത്തത് ഹു വാസ് ദി ദിവാൻ ഓഫ് ട്രാവൻകൂർ ഡ്യൂറിംഗ് ദി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ? 1936 പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയും. ആ സമയത്തെ ദിവാൻ ആരായിരുന്നു? ദിവാൻ ആരാ? സർ സി പി ആയിരുന്നു അല്ലെ? സർ സി പി രാമസ്വാമി അയ്യർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സർ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു ആ സമയത്തെ ദിവാൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കിട്ടുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക, പഠിക്കുക, ഓപ്പൺ ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. ഇനി അടുത്ത കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ട്രാവൻകൂർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുമ്പ് ഡിസ്കസ് ചെയ്തത്. അതിന് മുമ്പ് UNO ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതിന് മുമ്പ് നമ്മൾ കുറച്ച് റിനൈസൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മുടെ കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വന്നത് എന്നാ നമുക്കറിയാം. റിപ്പബ്ലിക് ഡേ എന്നാ 1950 ജനുവരി 26. അന്ന് തന്നെയാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നിലവിൽ സ്ഥാപിതമായത്. കം ഇൻ ടു ഫോഴ്സ് 1950 ജനുവരി 26. ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ ആരായിരുന്നു? MN റോയി ആയിരുന്നു. MN റോയി. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ MN റോയി ആണ്. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാ? BR അംബേദ്കർ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഭരണഘടനയുടെ പിതാവ് എന്ന് പറയപ്പെടുന്നത് BR അംബേദ്കർ ആണ് അല്ലെ? അടുത്തത് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് അണ്ടർ ദി റെക്കമെൻഡേഷൻ ഓഫ് ആരുടെ? കുറെ പ്ലാനുകൾ ഉണ്ട് അല്ലെ? കുറെ മിഷൻസ് ഉണ്ട്. വേവൽ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ അല്ലെ, ക്രിപ്സ് മിഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഏതിന്റെ ഒരു റെക്കമെൻഡേഷനോട് കൂടിയാണ് നമ്മൾ എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നുള്ള ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നത്? അതേതാ? അത് ക്യാബിനറ്റ് മിഷൻ. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ക്യാബിനറ്റ് മിഷന്റെ ഒരു അനുമതിയോടുകൂടി അല്ലെങ്കിൽ അവരുടെ ഒരു റെക്കമെൻഡേഷൻ
അതിനോട് കൂടിയാണ് നമ്മൾ എന്ത് ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അങ്ങനെയാണ് ഫോം ചെയ്തത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയതെന്ന് 1946 1946 ക്യാബിനറ്റ് മിഷൻ ഇവിടെ എത്തിയത്. ഓക്കെ, കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 23. ഓക്കെ, ഡൽഹിയിൽ എത്തിയത് എന്നാന്ന് ചോദിച്ചാൽ മാർച്ച് 24 ആണ്. പണ്ട് നമുക്കറിയാം നമ്മളെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇന്ത്യയും പാകിസ്ഥാനൊക്കെ സെയിം ആയിരുന്നു, നമ്മുടെ ആ റീജിയൻ ഒക്കെ കറക്റ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ 1946 മാർച്ച് 23 അദ്ദേഹം പാകിസ്ഥാൻ കറാച്ചി അവിടെ പോയാണ് എന്ത് ഇറങ്ങിയത്. 24 ആയപ്പോഴേക്കാണ് ഡൽഹിയിൽ എത്തിയത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കണം. പക്ഷെ നമ്മുടെ അടുത്ത് ഡേറ്റ് അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. വർഷം ഏതായാലും ഓർത്തിരിക്കുക. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1946 ആണ്. ഓക്കെ, അതിന്റെ ഇതെന്തായിരുന്നു, അതിന്റെ റിലവൻസ് എന്തായിരുന്നു, അതാണ് റെക്കമെൻഡ് ചെയ്തത്. നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചതും അങ്ങനെ റെക്കമെൻഡ് ചെയ്തതും ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്തതും ക്യാബിനറ്റ് മിഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ എന്താ, ആമുഖം അല്ലെ. ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ഇന്ത്യ ആസ് എന്താ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് അല്ലെ. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ഓക്കെ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the word secular was added to the preamble by which amendment? നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ വന്നു. അതിനുശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചു അല്ലേ. 1950 ജനുവരി 26 അങ്ങനെ വന്നു. പക്ഷെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഭേദഗതി വരുത്താം അല്ലേ. ഭേദഗതി വരുത്താനൊക്കെ കുറേ റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പാർലമെന്റ് പാസ്സാക്കണം. പാർലമെന്റ് പാസ്സാക്കുന്നതിന് വേണ്ടി കുറെ ബില്ലുകളുണ്ട്. 1ാം വായന, 2ാം വായന, 3ാം വായന അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അമെൻഡ് ചെയ്യാം. ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ നമ്മൾ സെക്യുലർ എന്നുള്ള വേർഡ് നമ്മുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്, പ്രിയാമ്പിളിൽ സെക്യുലർ എന്നുള്ള വേർഡ് കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെന്റ് പ്രകാരമാണ്? 42 അമെൻമെന്റ് പ്രകാരമാണ്. ഈ 42 അമെൻമെന്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്ത ഒരു അമെൻമെന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് 42 അമെൻമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ 42 അമെൻമെന്റിന് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും കൂടി പറയുന്നുണ്ട്. 42 അമെൻമെന്റിനെയാണ്, 42nd അമെൻമെന്റിനെയാണ് നമ്മൾ എന്ത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അല്ലേ. ആ സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആ സമയത്ത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, ഇനി ഈ 42ാം അമെൻമെന്റ് ഏത് വർഷമായിരുന്നു? 1976 1976. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. 1976 42nd അമെൻമെന്റ് വന്നത്. സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രസിഡന്റ്. ഓക്കെ, സെക്യുലർ എന്നുള്ള ടൈം പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത് 42 അമെൻമെന്റിലാണ്. വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്? മൗലിക അവകാശങ്ങൾ ഏത് പാർട്ടിലാണ്? പാർട്ട് 3. ഓക്കെ, ഓപ്ഷൻ ബി പാർട്ട് 3. How many fundamental rights are guaranteed by Constitution? 6 fundamental rights അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. സ്വത്താവകാശം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. അത് നമ്മൾ എന്ത് റിമൂവ് ചെയ്തു അല്ലേ. അത് ലോയിലേക്ക് എടുത്തു മാറ്റി, നിയമാവകാശമാക്കി മാറ്റി. ആർട്ടിക്കിൾ 300A നമ്മൾ കൺവേർട്ട് ചെയ്തു. പണ്ട് ആർട്ടിക്കിൾ 31 ആയിരുന്നു എന്ത് സ്വത്താവകാശം എന്നൊക്കെ പറയുന്നത് അല്ലേ. പിന്നെ അത് നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അത് ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. 12 തൊട്ട് 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് 14 തൊട്ട് 32 വരെയാണ്. ഓക്കെ, അപ്പോൾ 14 തൊട്ട് 19 വരെ ഓക്കെ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. കുറച്ച് ബ്ലറാന്ന് തോന്നുന്നു അല്ലേ. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ ഓക്കെ, ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്, സമത്വമാണ്. ഓക്കെ, ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ബിഫോർ ലോ, അതാണ് ആർട്ടിക്കിൾ 14. ആൻഡ് പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഇക്വാലിറ്റി വേണമെന്ന് പറയുന്നതാണ് 14 തൊട്ട് 18 വരെ. അതൊരു പാർട്ട്, ഒരു സെക്ഷൻ പോലെയാണ്. അപ്പം അതിൽ ആർട്ടിക്കിൾ 14 എന്ത്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14. ഇതിൽ 15 നമുക്ക് പറയുന്നത് മതം, ജാതി, ലിംഗം. നമ്മളിവിടെ പറഞ്ഞില്ലേ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഇതിനൊന്നും വെച്ച് നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഓരോന്നായിട്ട് സെക്ഷൻ നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഏതായാലും അറിഞ്ഞിരിക്കുക. 14 to 18 ആണെങ്കിൽ ഇക്വാലിറ്റിയാണ്, ഇക്വാലിറ്റി. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാ? അത് 19 തൊട്ട് 22 വരെയാണ്. ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയാണ് എന്ത്, നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം. പ്രൊട്ടക്ട് സെവറൽ ഫ്രീഡംസ് ഇൻക്ലൂഡിംഗ് ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ,
മൂവ്മെന്റ്, റെസിഡൻസ് ആൻഡ് പ്രാക്ടീസ് എനി പ്രൊഫഷൻ. എന്തൊക്കെയാ? നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ, വാക്കുകൾ പറയാനും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്തെങ്കിലും പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള അല്ലെ, എന്തെങ്കിലും മൂവ്മെന്റ് നടത്താനുള്ള സ്വാതന്ത്ര്യം, റെസിഡൻസ്, എവിടെയും ഇന്ത്യയിൽ എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും പോയി തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങളാണ് 19 തൊട്ട് 22 വരെയുള്ള ആർട്ടിക്കിൾസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 23, 24 അതെന്താ? റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് 23 and 24. ബാലവേലയൊക്കെ വരുന്നത് ഈ ആർട്ടിക്കിൾ, ഈ സെക്ഷനിലാണ്. ഓക്കെ, 24ലാണ് എന്ത്? ആർട്ടിക്കിൾ 24ലാണ് നമ്മൾ ബാലവേലയൊക്കെ പറയുന്നത്, ചൈൽഡിന്റെ. ഓക്കെ, പ്രൊഹിബിറ്റ്സ് ഓൾ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് trafficking in human beings and bans the employment of children below 14 in hazardous jobs. ഓക്കെ, നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 24 ആണ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ പറയുന്നത്, ആർട്ടിക്കിൾ 24 അല്ലേ? അപ്പോൾ ചിൽഡ്രൻ എന്നുള്ള കൺസെപ്റ്റ് അവർ പറയുന്നത് ബിലോ 14 ആണ്, 18 അല്ല. ചൈൽഡ് എന്നുള്ള അവരുടെ ഒരു കൺസെപ്റ്റ് ബാലവേല, അതായത് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ, അതിൽ ചിൽഡ്രൻ എന്നുള്ള ടേം 14 ഏജിന് താഴെയുള്ളവരാണ്. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കണം. 14 ഏജിന് താഴെയുള്ളവരാണ് എന്ത്? എംപ്ലോയ്മെന്റ് സെക്ഷൻ, അതായത് ചിൽഡ്രൻ എന്നുള്ള സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതൊക്കെയാ? ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ. ആർട്ടിക്കിൾ 25 to 28 ആണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എൻഷുവേഴ്സ് ഫ്രീഡം ഓഫ് കോൺസയൻസ് ആൻഡ് ദി റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ വൈൽ അപ്ഹോൾഡിംഗ് ദി സെക്യുലർ നേച്ചർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്. ഓക്കെ, ഓരോ മതവിശ്വാസികൾക്കും അല്ലെ, ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത രീതിയിലുള്ള വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെയാണ് എന്ത്? ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ പറയുന്നത്. ഇനി 29ഉം 30 നമ്മുടെ മൈനോറിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഓക്കെ, ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 29 and 30 പ്രൊട്ടക്ട്സ് ദി റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു കൺസർവ് ദെയർ കൾച്ചർ, ലാംഗ്വേജ് ഓർ സ്ക്രിപ്റ്റ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ ദെയർ ഓൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനും ഓക്കെ അതിനുള്ള ഒരു പ്രൊവിഷനൊക്കെ ഈ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും നമുക്ക് പരിഹാരം വേണ്ടി വരുന്നു, എന്തെങ്കിലും ഭരണഘടന പ്രതിവിധിയൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു ആർട്ടിക്കിൾ വേണ്ടേ? ആ ആർട്ടിക്കിളാണ് 32. പ്രൊവൈഡ്സ് ദി റൈറ്റ് ടു മൂവ് ദി കോർട്സ് ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മേക്കിംഗ് ദീസ് റൈറ്റ്സ് ജസ്റ്റിസിബിൾ. ഓക്കെ, അതിനുള്ള ഒരു ഉദാഹരണമാണ്. ഇതിലാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടൊക്കെ പറയുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, കോ വാറന്റോ, സെർഷ്യോറി, പ്രൊഹിബിഷൻ, അങ്ങനെ 5 രീതിയിലുള്ള റിട്ടുകളുണ്ട്. നമ്മുടെ മൗലികാവകാശങ്ങൾ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഹൈക്കോർട്ടിലും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലും നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകുന്നത് റിട്ടിനെ തുടർന്നാണ് അങ്ങനെ നമുക്ക് ഡയറക്റ്റ് പോകാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം വരുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വരുന്നതാണെങ്കിൽ ആർട്ടിക്കിൾ 226. ഓക്കെ, നമ്മുടെ എന്തെങ്കിലും മൗലികാവകാശങ്ങൾ നമുക്ക് റദ്ദാക്കപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് ഹനിക്കപ്പെട്ടു, നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് റിട്ടായിട്ട് പോവാം. ഓക്കെ, അങ്ങനെ എല്ലാ രീതിക്കും നമുക്ക് റിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ പറഞ്ഞത് ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, സെർഷ്യോറി, പ്രൊഹിബിഷൻ, കോ വാറന്റോ, ഇങ്ങനെ 5 രീതിയിലുള്ള റിട്ടുള്ളൂ. അപ്പോൾ അതിൽ പറയുന്ന വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട് ബേസിൽ മാത്രമാണ് നമുക്ക് റിട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അത് എവിടെയൊക്കെ പറ്റും? റിട്ട് എല്ലാ കോടതികളിലും പറ്റില്ല. ജുഡീഷ്യറി അതോറിറ്റീസ് ഏതൊക്കെയാണ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയാണ്. ഹൈക്കോടതി അങ്ങനെ റിട്ട് എടുക്കുന്നത് 226 ആർട്ടിക്കിൾ 226 വഴി. സുപ്രീം കോടതി അങ്ങനെ റിട്ട് എടുക്കുന്നത് ആർട്ടിക്കിൾ 32 വഴിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് എന്താ? ഇക്വാലിറ്റി ബിഫോർ ലോ. നമ്മളത് പറഞ്ഞു, ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം, തുല്യ സമത്വം. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ മെൻഷൻഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട് 4. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്താണെന്നാണ് ചോദിച്ചത്. ഏതാ? ഭാഗം 4, പാർട്ട് 4ലല്ലേ? ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിലോ അത് പാർട്ട് 3 അല്ലേ? ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ പാർട്ട് 3. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബോറോഡ് ഫ്രം, അല്ലേ? ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓരോ ആശയങ്ങളും, മൗലികാവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ, അതൊക്കെ
നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തത്, ബോറോ ചെയ്തത് എവിടെ നിന്നാണ്? അത് എവിടെ നിന്നാണ്? അമേരിക്ക അല്ലെ, USA നിന്നാണ് നമ്മളത് ബോറോ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ? ഏത് ആർട്ടിക്കിളാണ്? 324 ആണ്. ആർട്ടിക്കിൾ 324 ആണ് ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി മെമ്പേഴ്സ് സൈൻഡ് ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? എത്ര പേര്? 284. ഓക്കെ, 284 ആണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്തത് എത്ര പേരാണ്? 284 പേര്. ഓക്കെ, ഏത് വർഷം? 1950. ഡേറ്റോ? ജനുവരി 24. ഓക്കെ, 1950 ജനുവരി 24 284 പേര് സൈൻ ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ. The 73rd amendment of constitution deals with the പഞ്ചായത്തി രാജ് ആണ്. പഞ്ചായത്തി രാജ്. ഓക്കെ, 74 ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട്. ഓക്കെ, 73rd അമെൻമെന്റ് പഞ്ചായത്തി രാജാണ്. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് 5-year പ്ലാൻ വാസ്, ഇനി കുറച്ച് എക്കണോമിക്സ് ബേസ്ഡ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ലോഞ്ച്ഡ് ഇൻ ദി ഇയർ 1951 ആണ്. 5-year പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിന് മുന്നോട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മൊത്തം ഇങ്ങനെ ഷഫിളായി കിടക്കുമല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യ പുരോഗതിക്ക് വേണ്ടി നമ്മൾ 5 വർഷം ടൈമിൽ വച്ച കുറച്ച് പദ്ധതികളാണ് 5-year പ്ലാൻ ആയിട്ട് വന്നത്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 1951 എൻഡ് ചെയ്തത് 1956 ഓക്കെ, 5 year. അതാണ് ഫസ്റ്റ് 5-year പ്ലാൻ. അതിനൊരു പെറ്റ് നെയിം അല്ലെങ്കിൽ വേറൊരു പേരൊക്കെ ഉണ്ടായിരുന്നു, ഹരോൾഡ് ഡോമർ മോഡൽ അല്ലെ, ഒരു മോഡൽ ഉണ്ടായിരുന്നു, ഹരോൾഡ് ഡോമർ മോഡൽ എന്നൊക്കെ അറിയപ്പെട്ടത് 1951 to 1956 ഉണ്ടായിരുന്ന ഫസ്റ്റ് 5-year പ്ലാൻ ആണ്. ഇനി നെക്സ്റ്റ്, ദ സെക്കൻഡ് 5-year പ്ലാൻ 1956 to 61 വാസ് ബേസ്ഡ് ഓൺ വിച്ച് മോഡൽ? മഹലനോബിസ് മോഡൽ. ഒന്നാമത്തതാണെങ്കിൽ ഹരോൾഡ് ഡോമർ, രണ്ടാമത്തതാണെങ്കിൽ മഹലനോബിസ് മോഡൽ. ഓക്കെ, ഒന്നാമത്തതാണെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, രണ്ടാമത്തതാണെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രി വ്യവസായത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദ സ്ലോഗൻ ഗരീബി ഹടാവോ റിമൂവ് പോവർട്ടി വാസ് ഗിവൺ ഡ്യൂറിംഗ് വിച്ച് 5-year പ്ലാൻ? അത് 5th 5-year പ്ലാൻ ആണ്. ഓക്കെ, ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് എന്ത് പ്രധാനമന്ത്രി. 5th 5-year പ്ലാൻ. വിച്ച് 5-year പ്ലാൻ എംഫസൈസ്ഡ് ദി ഗ്രീൻ റെവല്യൂഷൻ? ഹരിത വിപ്ലവം ഏത് 5-year പ്ലാനിന്റെ കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്? അതേതാ? അത് 3rd 5-year പ്ലാനിന്റെ കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ദ റോളിംഗ് പ്ലാൻ കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ഗവൺമെന്റ്? നമ്മുടെ 5-year പ്ലാൻ 1950, 56, 51 സ്റ്റാർട്ട് ചെയ്തു, 56 എൻഡ് ചെയ്തു. രണ്ടാമത്തത് 56 സ്റ്റാർട്ട് ചെയ്തു, 61 എൻഡ് ചെയ്തു. മൂന്നാമത്തെ 61 സ്റ്റാർട്ട് ചെയ്തു, 66 എൻഡ് ചെയ്തു. അപ്പോൾ ഈ 66 ടു 1969 ഓക്കെ, 1966 തൊട്ട് 69 വരെ എന്ത് 5-year പ്ലാൻ ഉണ്ടായിരുന്നില്ല. പകരം എന്തായിരുന്നു? പ്ലാൻ ഹോളിഡേ ആയിരുന്നു. ഓക്കെ, ആ സമയത്ത് വാർഷിക പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. പ്ലാൻ ഹോളിഡേ എന്നുള്ള രീതിയിലാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് പദ്ധതികൾ. ഓക്കെ, സ്കീംസ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് പ്ലാൻ ഹോളിഡേ എന്നുള്ള ഒരു ലേബലിലാണ്. അതിനുശേഷം 69 to 74 വന്നു. അതിനുശേഷം എന്താ നമ്മുടെ അടിയന്തരാവസ്ഥ കാര്യങ്ങളൊക്കെ വന്നു, ഗവൺമെന്റ് മാറി, ജനതാ ഗവൺമെന്റ് ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര ഗവൺമെന്റ് 1977 അധികാരത്തിലേക്ക്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു പഞ്ചവത്സര പദ്ധതി അങ്ങനെയുള്ളത് അല്ലേ. അപ്പോൾ അത് റിമൂവ് ചെയ്യും ആര്? ജനതാ ഗവൺമെന്റ്. ആ സമയത്തെ പ്രധാനമന്ത്രിയാണ് ആര്? മൊറാർജി ദേശായി. അദ്ദേഹം കൊണ്ടുവരുന്നതാണ് എന്ത്? മൊറാർജി ദേശായി ഗവൺമെന്റ് ആണ് എന്ത് കൊണ്ടുവരുന്നത്? റോളിംഗ് പ്ലാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, റോളിംഗ് പ്ലാൻ എന്നുള്ള പറഞ്ഞത് 1978, 80 കാലയളവിലാണ്. അപ്പോൾ ആദ്യം 1966 തൊട്ട് 69 വരെ എന്ത് പ്ലാൻ ഹോളിഡേ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മുടെ ഇന്ത്യ പാക് വാറും ഇന്ത്യ ചൈന വാറൊക്കെ നടന്ന ഒരു കാലഘട്ടമാണ്. അതിനെ തുടർന്ന് നമുക്ക് പിന്നെ ഒരു 5-year പ്ലാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ടാണ് വാർഷിക പദ്ധതിയായിട്ട് ഇയർലി പ്ലാൻ ആയിട്ട് നമ്മൾ പ്ലാൻ ഹോളിഡേ ആ സമയത്ത് നടപ്പിലാക്കിയത്. 1966 തൊട്ട് 1969 വരെ. ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്ത് റൂളർ. ഓക്കെ, പ്രധാനമന്ത്രി. ഓക്കെ, ഇനി ഈ സമയത്ത് മൊറാർജി ദേശായി ഗവൺമെന്റ് അതുകൊണ്ടല്ല വന്നത്, അത് കോൺഗ്രസിന്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് അത് വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് 1978 തൊട്ട് 1980 വരെ മൊറാർജി ദേശായി കൊണ്ടുവന്നതാണ് റോളിംഗ് പ്ലാൻ. മാറിപ്പോകരുത്, ആദ്യം പ്ലാൻ ഹോളിഡേ, നെക്സ്റ്റ് വൺ റോളിംഗ് പ്ലാൻ. അടുത്തത് നമ്മുടെ 5-year പ്ലാനിന്റെ കുറച്ച് കീ പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തത്. നോക്കിപ്പോ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ,
ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ 1951 to 56 ആണ്. നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറൽ ബേസ് ആയിരുന്നു, സക്സസ് ആയിരുന്നു. സെക്കൻഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ 1956 തൊട്ട് 61 ആയിരുന്നു. എന്തായിരുന്നു? ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിരുന്നു. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടും. ഇതാണെങ്കിലോ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടും. ഓക്കെ, ഹരോൾഡ് ഡോമർ. ഓക്കെ, ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നതാണ് ഫസ്റ്റത്തെ. രണ്ടാമത്തതാണെങ്കിൽ മഹലനോബിസ് മോഡൽ. തേർഡ് പ്ലാൻ 1961 to 66 ആണ്. ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് ഫെയിൽ ചെയ്തു. എന്താ? ഫെയിൽ ഡ്യൂ ടു വാർ ആൻഡ് ഡ്രോട്ട്. ഓക്കെ, യുദ്ധം കാരണവും വരൾച്ച കാരണവും. പിന്നെ നമ്മൾ 4 സ്കിപ്പ് ചെയ്തു. ഫിഫ്ത്ത് ആണെങ്കിൽ 74 to 79 ഗരീബി ഹഠാവോ എന്നുള്ള ആശയം, സെൽഫ് റിലയൻസിനൊക്കെ മുൻതൂക്കം കൊടുത്തതാണ് എന്ത്? 5ാം പദ്ധതി. ആറാമത്തതാണെങ്കിൽ 6 5 ഇയർ പ്ലാൻ ആണെങ്കിൽ 1980 തൊട്ട് 85 വരെ റിട്ടേൺ ടു ഗ്രോത്ത് ആൻഡ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണമൊക്കെ ചർച്ച ചെയ്തതാണ് 6ാം പഞ്ചവത്സര പദ്ധതി. എയ്ത്ത് 5 ഇയർ പ്ലാൻ ആണ് 1992 to 1997. LPG റിഫോംസ്. എന്താ LPG? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ അല്ലേ? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിബറലൈസേഷൻ ഉദാരവൽക്കരണം അല്ലേ? പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യവൽക്കരണം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതാണ് 8 5 ഇയർ പ്ലാനിൽ വന്നത്. 1992 to 97. ഓക്കെ, 1992 തൊട്ട് 97 വരെ. 8th പ്ലാൻ ആണ്. 11th പ്ലാൻ ആണ് 207 തൊട്ട് 212 വരെ ഉണ്ടായിരുന്നത്. 8th പ്ലാനിലാണെങ്കിൽ നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു, സമഗ്രമായ ഒരു വളർച്ചയാണ് മുൻതൂക്കം കൊടുത്തത്. 12th പ്ലാൻ 2012 തൊട്ട് 2017 വരെയാണ് 12th പ്ലാൻ ഉണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇവിടെയാണെങ്കിൽ സമഗ്രമായ വളർച്ച, ഇൻക്ലൂസീവ് ഗ്രൂത്ത്. 12ാമത്തേതിലാണെങ്കിൽ സുസ്ഥിരമായ വളർച്ച. ഓക്കെ, സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. വരാൻ പോകുന്ന എക്സാമിനേഷനിൽ നിന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇത് മാത്രമല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വെച്ച് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകൾ, കാര്യങ്ങളും ഫാക്റ്റൊക്കെ നിങ്ങൾ പഠിച്ചു പോവുക. ഇനി അത് അങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് കൂടി ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.